ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റ് ആയി എന്നറിയാം. എല്ലാവർക്കും ഒരുപാട് സോറി. കുറച്ച് പേഴ്സണൽ വർക്ക് കാരണമാണ് ലേറ്റ് ആയി പോയത്. റെക്കോർഡ് ചെയ്തതും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത്. അപ്പൊ ദയവായി എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 21ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ടൈക്കിന്റെ വീട്ടിലേക്ക് ചിനാറ്റ്സ് വന്നിട്ടുണ്ടാവും. അങ്ങനെ അവര് കണ്ട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ചിനാറ്റ്സ് പറയാണ്, ഇന്ന് രാത്രി ഞാൻ കെറിന്റെ ഒപ്പാണ് താമസിക്കാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആണല്ലേ? അതെ, കിൻഡർ ഗാർഡൻ മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് ചിനാറ്റ്സ് പറയുവാണ്. ടൈക്ക് മനസ്സിൽ ഇവള് വളരെ നോർമൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനിയെങ്ങാനും അവൾക്ക് ആ സ്ക്രിപ്റ്റിൽ നടന്നതിനെ പറ്റി ഒരു കുഴപ്പവും ഉണ്ടാവില്ലേ? ഇനിയെങ്ങാനും അവള് ചിലപ്പോ വന്നിട്ടില്ലായിരുന്നെങ്കിലോ? ഇല്ല, അതിന് വഴിയില്ല. അവൾ എന്തായാലും വരാന്ന് പറഞ്ഞതായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് യൂക്കിക്കോ വരുവാണ്. യൂക്കിക്കോ ഷോപ്പിങ്ങിനൊക്കെ പോയി മടുത്ത് വന്നിരിക്കുമായിരിക്കും. അത് കണ്ട് ചിനാറ്റ്സു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് ടൈക്ക് ചിനാറ്റ്സുനെ വിളിക്കുവാണ്. ചിനാറ്റ്സു, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കൾച്ചറൽ ഫെസ്റ്റിവലില് ആ സ്ക്രിപ്റ്റിനെ പറ്റി. ചിനാറ്റ്സു അതൊന്നും മൈൻഡ് ചെയ്യണ്ട് അവള് കഴിച്ചോണ്ടിരുന്ന സ്നാക്സ് എടുത്തിട്ട് ടൈക്കിന്റെ വായിലോട്ട് വെച്ചു കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. ടൈക്കിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ചിനാറ്റ്സു ചിരിച്ചിട്ട്, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ ചിനാറ്റ്സു അവിടുന്ന് പോവാണ്. എന്നിട്ട് ടൈക്ക് മനസ്സിൽ, എനിക്ക് ആ റൂമേഴ്സിനെ പറ്റി അവളോട് സംസാരിക്കണം. ആ കിസ്സിനെ പറ്റി, അവളും ഞാനും ഡേറ്റിംഗിലാന്നുള്ള റൂമേഴ്സിനെ പറ്റി. ഇനി അവൾക്ക് അതൊരു പ്രശ്നമല്ലെങ്കിലും എനിക്ക് അത് അവളോട് സംസാരിക്കണം. അതൊക്കെ കഴിഞ്ഞ് ജിമ്മിലെത്തിയ ടൈക്കിനോട് നിഷിത വന്നിട്ട്, നീ പേടിക്കണ്ടാട്ടോ, എനിക്കെല്ലാം അറിയാം. നീ ഹിനേനെ കിസ് ചെയ്തിട്ടില്ലാന്ന്, നീയും ഹിനയും ഡേറ്റിംഗിലല്ലാന്നൊക്കെ എനിക്കറിയാം. ശരിക്കും ഈ റൂമേഴ്സ് എല്ലാം നുണയല്ലേന്ന് നിഷിത കരഞ്ഞോണ്ട് ചോദിക്കുവാണ്. അപ്പൊ ടൈക്ക്, അതൊക്കെ നുണയാന്ന് പറയുവാണ്. ഹാരിയു ചെയ്തതുപോലെ നീ എന്നോട് ചെയ്യരുത് എന്ന് നിഷിത സങ്കടത്തോടു കൂടെ പറയുവാണ് ടൈക്കിനോട്. എന്തായാലും എനിക്ക് സമാധാനമായി. സ്ക്രിപ്റ്റിന്റെ ഇടയിൽ ആ ബോൾ വന്ന് വീഴാതിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ ആ സ്ക്രിപ്റ്റ് കാണാൻ വന്നിരുന്നോന്ന് ടൈക്ക് ചോദിക്കുവാണ്. പിന്നെ ഞാൻ നിന്റെ ക്യാപ്റ്റൻ അല്ലേ, ഞാൻ വരാതിരിക്കുവോ? ഞാനുണ്ടായിരുന്നു, ഹാരിയുന്റെ ഗേൾ ഫ്രണ്ട്, പിന്നെ ബാസ്കറ്റ് ബോൾ ടീമിലുള്ള ചിനാറ്റ്സു എന്ന് നിഷിത പറയുവാണ്. അത് കേൾക്കുമ്പോഴത്തേന് ടൈക്കിക്ക് ടെൻഷൻ ആവുകയാണ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവള് വരുന്ന്. അങ്ങനെ ആ ഗോസിപ്പുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഹിന പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ടൈക്കി നിഷിതയും അവളെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഹിന തിരിഞ്ഞ് 12,000 യാണെന്ന് പറയുവാണ്. നീ പിന്നെയും പ്രൈസ് കൂട്ടിയോന്ന് ടൈക്ക് ചോദിക്കുവാണ്. ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്, ഞാൻ നിങ്ങളെ കളിയാക്കിയതാണെന്ന് ഹിന ചിരിച്ചോണ്ട് പറയുവാണ്. എന്നിട്ട് നിഷിത ടൈക്കിന്റെ അടുത്ത്, ഇനി ആരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ അവരുടെ മുഖം ഇടിച്ച് ഷേപ്പ് മാറ്റാം. അപ്പൊ ടൈക്കി, താങ്ക് യു സോ മച്ച് ക്യാപ്റ്റൻ എന്ന് പറയുവാണ്. അവരെ കുറിച്ച് രണ്ട് പെൺപിള്ളേർ അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് നാഗിസ ചിനാറ്റ്സുന്റെ അടുത്ത്, നീ പിന്നെയും ആ ചെറുക്കന്റെ ഒപ്പം തന്നെയല്ലേ താമസിക്കുന്നേ? ഈ റൂമേഴ്സുകളൊക്കെ കേട്ടിട്ടും നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുവാണ്. ചിനാറ്റ്സു ഇതൊന്നും വകവെക്കാണ്ട് അവളുടെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നാഗിസ മനസ്സിൽ, ചിനാറ്റ്സുന് ഇങ്ങനെയുള്ള ഗോസിപ്പുകളൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ രാത്രിയാവും. കെറിന്റെ വീട്ടിലേക്ക് ചിനാറ്റ്സു അവളുടെ ഒപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. നമ്മൾ കുറെ കാലായില്ലേ ഒരുമിച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ട്. നമ്മൾ കുട്ടികളായിരുന്നപ്പോ കുറെ ദിവസം ഒരുമിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് കെറിൻ പറയുവാണ്. അതെ, ഇപ്പൊ ഒക്കെ ഞാൻ എപ്പോഴും പ്രാക്ടീസിന്റെ പുറകിലാണ് എന്ന് ചിനാറ്റ്സ് പറയുവാണ്. ദൈവമേ, എല്ലാവർക്കും ഈ പ്രാക്ടീസ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നീയും വർക്ക് ചെയ്യുന്നില്ലേന്ന് ചിനാറ്റ്സ് പറയുവാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പൊ ഒക്കെ പ്രാക്ടീസ് കാരണം ഹാരിയും വളരെ ബിസിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് എന്ന് അവള് വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കേട്ട് ചിനാറ്റ്സു, നിനക്ക് അപ്പൊ അവനോട് ദേഷ്യമൊന്നും തോന്നാറില്ലേ? എനിക്ക് തോന്നാറൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ വെച്ച് ഒരു എക്സ്ക്യൂസ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവൻ ബാഡ്മിന്റൺ പ്ലേ ചെയ്യുമ്പോ ഞാൻ എന്റെ മനസ്സിൽ കരുതും, അവൻ എന്ത് കൂളാണ്. അതുമല്ലാണ്ട് എനിക്ക് അറ്റൻഷൻ തരാൻ ഇപ്പൊ നീ ഇല്ല എന്റെ കൂടെ എന്ന് പറഞ്ഞ കെറിൻ അവളുടെ അടുത്തേക്ക് ഇരിക്കുവാണ്. അതെ, എന്നെ കിട്ടിയതിൽ നീ വളരെ ലക്കിയാണ് എന്ന് ചിനാറ്റ്സ് പറയുവാണ്. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഇതെന്നോട് ഒരാൾ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. വേറെ സ്കൂളിൽ പഠിക്കുന്ന എന്റെ ഒരു ആൺസുഹൃത്ത് നിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. നിന്റെ നമ്പർ വേണമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. ചിനാറ്റ്സ് പെട്ടെന്ന്, ഇല്ല വേണ്ട. നീ എന്താ അങ്ങനെ പറഞ്ഞേന്ന് കെറിൻ ചോദിക്കുവാണ്. എനിക്ക് അറിയാത്ത ആൾക്കാരുമായി ഞാൻ അത്ര നന്നായി സംസാരിക്കാറില്ല. അപ്പൊ കെറിൻ, നിനക്ക് റൊമാൻസ്
റൊമാൻസിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? പെട്ടെന്ന് കെറിന് ഒരു സംശയം വരുവാണ്. ചിനാറ്റ്സു, ഇനിയെങ്ങാനും നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അപ്പൊ ചിനാറ്റ്സു ഒരു മാതിരിയായിട്ടുള്ള ഫേസ് വെക്കുവാണ്. നീ എന്തിനാ ഇങ്ങനെ ഫേസ് വെച്ചിരിക്കുന്നതെന്ന് കെറിൻ ചോദിക്കുവാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ചിനാറ്റ്സു ടൈക്കിനെ മനസ്സിൽ കരുതുവാണ്. കെറിന് പെട്ടെന്ന് ആളെ പിടികെട്ടും. ചിനാറ്റ്സു, ഇനിയെങ്ങാനും ടൈക്കിയാണോന്ന് കെറിൻ ചോദിക്കുവാണ്. അതെ. അപ്പൊ നീ അവനോടൊപ്പം സ്നേഹത്തിലാണോ? ഞാനിപ്പോ ആ ഫീലിങ്സിലോട്ട് എത്തിയോന്ന് എനിക്കറിയില്ല എന്ന് ചിനാറ്റ്സു പറയുന്നത് കേട്ടിട്ട് കെറിൻ അത്ഭുതത്തോടെ ചോദിക്കുവാണ്. ഇന്നും നിനക്ക് എന്ത് ഫീലിങ്സ് ആണ് അവനോടുള്ളതെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ? അതെങ്ങനെ ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാ? ഇപ്പൊ ഞാനൊരു പൂ പൂക്കുന്ന ഒരു ചെടി വാങ്ങിച്ചു എന്ന് കരുത്. അത് കേട്ട് കെറിൻ മനസ്സിൽ തുടങ്ങി അവളുടെ വിചിത്രമായ ചിന്തകൾ പറയാൻ. ഞാൻ അവനെ കാണുമ്പോ എന്റെ ഉള്ളിലുള്ള ആ ഫീലിങ്സ് കൊണ്ട് ആ വിത്ത് വളരുന്നുണ്ട്. ഞാൻ എന്നും രാവിലെ പോകുമ്പോ അവൻ അവിടെ പ്രാക്ടീസിനുണ്ടാവും. അങ്ങനെ ഞാൻ അവനോട് സംസാരിക്കുകയും അവനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞു വന്നപ്പോൾ എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. അങ്ങനെ ആ ചെടി വളരാൻ തുടങ്ങി. ഞാൻ അവന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവനോടുള്ള അട്രാക്ഷൻ കൂടി വന്നു. അങ്ങനെ ഞാൻ എന്റെ ലൈഫിലെ ഗോൾസ് നോക്കി പോകുമ്പോ ആ ചെടിയെ തിരിഞ്ഞു നോക്കാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അങ്ങനെ ആ ചെടിയിൽ ഇതുവരെ ഒരു പൂ പൂക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇത് കേട്ട് കെറിൻ മനസ്സിൽ കരുതുവാണ്, അവൾ പൂ എന്ന് പറയുന്നതാണ് അവൾ വിചാരിക്കുന്ന ആ ലവ്. എല്ലാറ്റിനും ഉപരി അന്ന് ആ സ്ക്രിപ്റ്റിൽ വെച്ച് നടന്നത് എനിക്കറിയില്ല. അതെന്നെ വളരെ സർപ്രൈസ് ആക്കി എന്ന് ചിനാറ്റ്സു പറയുവാണ്. ഇത് നോക്ക് ചിനാറ്റ്സു, ഞാനും നിന്നെ പോലെ തന്നെയാണ്. ഞാനും ലവിലൊന്നും ഈസി ആയിട്ട് വീഴുന്ന ആളല്ല. അതുകൊണ്ട് നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഇൻസിഡന്റില് കിസ് ചെയ്തോ കിസ് ചെയ്തില്ലയോ അതൊരു ആക്സിഡന്റ് ആണ്. അതിനൊന്നും പ്രസക്തിയില്ല. അത് നടന്ന മിനിറ്റുകൾക്കുള്ളിൽ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ആ ചെടി ഞാൻ മുറിച്ചു കളഞ്ഞേനെ. പക്ഷെ നീ വേറെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ നീ ആ ചെടി വളർന്നു എന്ന് പറഞ്ഞത് തന്നെ നീ ലവിൽ വീണു എന്നുള്ള അർത്ഥമാണ്. അതിന് കാരണം എല്ലാ മനുഷ്യരും വ്യത്യസ്തമാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ആരുടെ അടുത്തൊന്നും നിനക്ക് കിട്ടില്ല. സത്യം പറഞ്ഞാൽ പ്രണയത്തിൽ എല്ലാവരും അവരവരുടേതായ സ്പീഡിലാണ് പോവുക. നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണം, നിനക്ക് അവനോടൊപ്പം ചുറ്റിക്കറങ്ങണം എന്നൊന്നും നിനക്കില്ല. അതുകൊണ്ടാണ് നീ ഇത്രയും ഡീപ്പായിട്ട് ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ഇനോമാറ്റോനോട് ലവ് ആണ് ചിനാറ്റ്സു. നീ ഈ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന വേറെ ആരെങ്കിലും വന്ന് നിന്റെ മുമ്പേ അവനെ കൊത്തിയിട്ട് പോകും. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്ക് നിന്നിൽ നിന്ന് വേണ്ടത് ഏറ്റവും നല്ലൊരു ലവ് സ്റ്റോറിയാണ് ചിനാറ്റ്സു എന്ന് കെറിൻ പറയുവാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ആരോടെങ്കിലും നിനക്കൊരു ഫീലിങ്സ് തോന്നിയ ആദ്യം നീ നിന്റെ ഫീലിങ്സ് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്ക്. അപ്പൊ ചിനാറ്റ്സു അതിന് സമ്മതം മൂളുവാണ്. കെറിൻ മനസ്സിൽ കരുതുവാണ്, എല്ലാവരും ചിനാറ്റ്സു ലവിലാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവളെ മനസ്സിലാവുന്നുണ്ട്. അവൾ ആ ഫീലിങ്സിലെ ലാസ്റ്റ് പീസ് അവള് മിസ് ചെയ്യുന്നുണ്ട്. ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചിനാറ്റ്സുവിനെ നോക്കിയിട്ട് കെറിൻ, നിന്നിൽ നിന്ന് എന്റെ അനുജത്തിക്ക് 1-2 കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. എന്താ അതെന്ന് ചിനാറ്റ്സു ചോദിക്കുവാണ്. അവൾ അവളുടെ അണ്ടർവെയർ ചേഞ്ച് ചെയ്യുന്ന പോലെയാണ് അവള് ബോയ് ഫ്രണ്ട്സിന് ചേഞ്ച് ചെയ്യുന്നത്. അവൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരാളോടുമായി ബ്രേക്കപ്പ് ചെയ്ത് വളരെ ഈസി ആയിട്ട് മൂവ് ഓൺ ആയിന്ന്. അങ്ങനെ കെറിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവളുടെ അനിയത്തി റൂമിലോട്ട് വരുവാണ്. ചേച്ചി, എനിക്ക് നിന്റെ നെയിൽ പോളിഷ് റിമൂവർ ഒന്ന് വേണമായിരുന്നു. ഈ പിശാചിനെ കുറിച്ചാണ് ഞാൻ നിന്നോട് സംസാരിച്ചതെന്ന് കെറിൻ ചിനാറ്റ്സുവിനോട് പറയുവാണ്. ഞാനത് നേരത്തെ തന്നെ നിനക്ക് തന്നല്ലോ അയാമേന്ന് പറയുവാണ് കെറിൻ. അങ്ങനെ അയാമെ ചിനാറ്റ്സുവിനെ കണ്ടപാട് ഓടി വരുവാണ്. ഹായ് ചി, നിങ്ങളുടെ ഫേസ് കാണാൻ എന്ത് ഭംഗിയാ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഫേസ്. ആ സമയം കെറിന് അടുത്തിരുന്നിട്ട്, നിനക്ക് എക്സസൈസ് ഒന്നും ഇഷ്ടമല്ലല്ലോ. അങ്ങനെയല്ല, എനിക്ക് സ്വെറ്റ് ആവുന്നത് ഇഷ്ടമല്ല എന്ന് അയാമെ പറയുവാണ്. അല്ല അയാമേ, നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇന്ന് ഡേറ്റിങ്ങിന് പോയില്ലേ എന്ന് കെറിൻ ചോദിക്കുവാണ്. ഞാൻ അവനുമായി ബ്രേക്കപ്പ് ചെയ്തു. ഞങ്ങൾ കഫേയിൽ പോയിരുന്നു. അപ്പൊ എനിക്ക് അവന്റെ പെരുമാറ്റം ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ അവനെ ബ്രേക്കപ്പ് ചെയ്തു. അവനെ കുറിച്ച് ആലോചിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ എന്റെ അടുത്ത ക്രഷിലോട്ട് പോയി. അത് കേട്ടപാടെ അവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഞെട്ടുവാണ്. എന്നിട്ട് കെറിൻ, ചീ, നീ ഇവളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്ക്. അങ്ങനെ അവര് 3 പേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ചിനാറ്റ്സു ടൈക്കിന്റെ വീട്ടിലോട്ട് എത്തുവാണ്. എല്ലാവരും അവളെ വളരെ സ്നേഹത്തോടെ പിന്നെ ആ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. അങ്ങനെ ടൈക്കും ചിനാറ്റ്സും തമ്മിൽ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ടൈക്ക് മനസ്സിൽ കരുതുവാണ്, പതിവ് പോലെ അവളുടെ തലയിൽ എന്താ ഓടുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്ന പോലുമില്ല. അങ്ങനെ ടൈക്ക് ജിമ്മിലെത്തി പ്രാക്ടീസ് ചെയ്യാനിരിക്കുമ്പോഴത്തേനും ഹിന അവിടേക്ക് ക്ലബ് ബഡ്ജറ്റിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ജിമ്മിലുള്ള ബാക്കിയുള്ളവര് പിന്നെ റൂമേഴ്സ് പരത്തിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഹിന, നീ അതൊന്നും കേട്ട് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ് പതുക്കെ ടൈക്കിന്റെ അടുത്തിരുന്ന്, ഞാൻ ഇതൊക്കെ എന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്തെന്ന് ടൈക്ക് ചോദിക്കുവാണ്. അതെ, നിനക്ക് ഈ റൂമേഴ്സ് ഒക്കെ എപ്പോ വേണമെങ്കിലും റിയൽ ആക്കാലോ. അത് കേട്ട് ടൈക്ക് ടെൻഷൻ ആവുകയാണ്. ഇത് വർക്കിംഗ് ആണ്, ഇതെനിക്ക് വളരെ ഇഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന അവിടുന്ന് ചിരിച്ചോണ്ട് പോവുകയാണ്. ഇതൊക്കെ കേട്ട് ക്യോ അവിടെ നിൽക്കുന്നുണ്ടാവും. ടൈക്ക് എന്നിട്ട്, നീ പുതിയതായിട്ടൊന്നും തുടങ്ങണ്ട,
അങ്ങനെ അവിടെ ബാഡ്മിന്റൺ ടീമിന്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാണ് കോച്ച്. ആ സമയം ടൈക്ക് മനസ്സിൽ കരുതുവാണ്, എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ കഴിഞ്ഞു, എനിക്കിനി പ്രാക്ടീസിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്യണം. ഞാൻ ഇന്നും യൂസേനെ ബീറ്റ് ചെയ്യണം. പെട്ടെന്ന് കോച്ച് നമ്മുടെ ടീമിലേക്ക് ഒരാൾ ഇന്ന് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവര് പ്ലെയർ ആയിട്ടല്ല ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടേക്ക് അയാമേ വരുവാണ്. എന്റെ പേര് അയാമേ മോറിയ, ഞാൻ നിങ്ങളുടെ മാനേജറാണ്. അത് കേട്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷാവുകയാണ്. കാരണം ബോയ്സ് ടീമിലേക്ക് ഒരു പെൺകുട്ടി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുകയാണ്. പെട്ടെന്ന് അയാമേ, അല്ല നിക്ക്, ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു ബോൾ കട്ട് ചെയ്ത ഒരു ആൺകുട്ടി. ഞാൻ അവനെ ഇവിടെ 2 ആഴ്ച മുമ്പ് കണ്ടിരുന്നു. അയാമേ ശരിക്കും യൂസേനെ കണ്ട് ഇംപ്രസ് ആയിട്ടായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് അത് യൂസയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അവൻ ഇവിടെ ഉള്ളതല്ല, അവൻ സാച്ചിക്കാവ സ്കൂളിലുള്ളതാണ്. ഇവിടെ പ്രാക്ടീസ് മാച്ചിന് വേണ്ടി വന്നതാണ്. എന്ത്? അപ്പൊ അവനെ എനിക്ക് ദിവസം കാണാനൊന്നും പറ്റില്ല ഇവിടെ വന്നാ? എന്നാ ശരി, നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് അയമ്മേ പോവാൻ നിൽക്കുമ്പത്തേനും ഇത്ര പെട്ടെന്ന് പോയാലോന്ന് ഹാരി പിടിച്ചു നിർത്തുവാണ് അവളെ. ഹാരി പറയാണ്, ഇതാണ് അവൾ എന്നോട് പറഞ്ഞത്, നീ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അപ്പൊ അയാമ്മയ്ക്ക് ആകെ സങ്കടാവുകയാണ്, ഞാൻ എന്തിനാ ഈ ചോയ്സ് ഏറ്റെടുത്തെന്ന്. ഇത്രയൊക്കെ ചെയ്തിട്ട് അവനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അയമ്മ അവിടെ നിന്ന് സങ്കടപ്പെടുവാണ്. അപ്പൊ ടീമിലുള്ള ബാക്കിയുള്ളവര്, ഹാരിയു നിനക്ക് ഇവള് നേരത്തെ അറിയായിരുന്നോ? അതെ, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അനീത്തിയാണ്. എന്നിട്ട് ഹാരി അവളെ സമാധാനപ്പെടുത്തുകയാണ്. പ്രാക്ടീസ് മാച്ച് ഇന്നും നടക്കുമല്ലോ, അപ്പൊ നിനക്ക് അവനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. എന്നാ ശരി, ഞാൻ ഇവിടെ കാണുന്ന അയാമ്മ പറയുവാണ്. അങ്ങനെ കോച്ച് ടൈക്കിനെ ഏൽപ്പിക്കുവാണ് അയാമ്മയ്ക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടൈക്കി അയാമ്മേനെ കൂട്ടിക്കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുവാണ്. ലാസ്റ്റ് ടൈക്കി അവരുടെ ലോക്കർ റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുവാണ് അയാമ്മയ്ക്ക്. ആ ലോക്കർ റൂം കണ്ട് വായ പൊളിച്ച് നിൽക്കുവാണ് അയാമ്മേ. ഇതെന്താ ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാറില്ലേന്ന് അയാമ്മ ചോദിക്കുവാണ്. അപ്പൊ ടൈക്കി അവളുടെ മനസ്സിൽ എന്താണോ കരുതുന്നത് അത് വെളിയിൽ പറയാൻ അവൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഹാരി പറഞ്ഞത് ഇത് കെറിന്റെ സിസ്റ്റർ ആണെന്നാണ്, അതുകൊണ്ട് ഇവളൊരു ബാഡ് പേഴ്സൺ ആവാൻ വഴിയില്ല. പക്ഷേ ആ സമയം അയാമ്മ അവിടെ ഒരു പേപ്പർ മാറ്റുമ്പോ അവിടെ ചെലന്തീനെ കാണുവാണ്. അതിനെ കണ്ടപാടെ അയാമ്മ പേടിച്ച് ടൈക്കിന്റെ മേലെ കയറുവാണ്. ടൈക്കിക്കാകെ എന്തോ പോലെ ആവുകയാണ്, ഇവളെന്താ ഇത്ര ക്ലോസ് ആയിട്ടിരിക്കുന്നേ. ആ സമയം ചിനാറ്റ്സു ആ വഴി കൂടെ വരും. ചിനാറ്റ്സുനെ കണ്ടപാടെ അയാമ്മ ഓടുവാണ്. ചിനാറ്റ്സു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. അത് കാണുമ്പോ ടൈക്കി ഒന്ന് ഞെട്ടുവാണ്. ഇവളെന്താ ഞാൻ കയറി പിടിച്ച പോലെ ഇവള് കിടന്ന് കരയുന്നേ. ടൈക്കി നീ എന്താ ഇവളെ ചെയ്തേന്ന് ചിനാറ്റ്സു ചോദിക്കുവാണ്. ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, അവളൊരു ചെലന്തിനെ കണ്ട് പേടിച്ചതാണ്. പെട്ടെന്ന് ആ ചെലന്തി മുന്നോട്ട് വരുന്നത് കണ്ടിട്ട് അയാമേ ടൈക്കിന്റെ അടുത്ത് പോയിട്ട്, ടൈക്കി അതിനെ പിടിച്ച് മാറ്റ് എന്ന് പറഞ്ഞു ഉന്തുവാണ് അവനെ. അത് കാണുമ്പോ ചിനാറ്റ്സുന് ഒട്ടും ഇഷ്ടാവില്ല. ചിനാറ്റ്സു പെട്ടെന്ന് ആ സ്പൈഡറിനെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളയുവാണ്. ചീ, നീ എന്റെ ഹീറോ ആണ് എന്ന് അയാമേ പറയാണ്. ടൈക്ക് ചിനാറ്റ്സുന് ഈ പ്രാണികളൊക്കെ പേടിയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ചിനാറ്റ്സുന് ഈ പ്രാണികളെ ഒന്നും ഇഷ്ടമല്ല. അല്ല, നീ എന്താ ബോയ്സ് ബാഡ്മിന്റൺ ലോക്കർ റൂമിൽ ചെയ്യുന്നേ? എങ്ങനെയോ ഞാൻ ഇവരുടെ മാനേജറായി മാറി എന്ന് അയാമേ പറയാണ്. അത് കേട്ട് ടൈക്ക് നീ അല്ലേ ഈ ജോലി വേണമെന്ന് പറഞ്ഞു വന്നത്? എന്ത് മാനേജറോ എന്ന് ചിനാറ്റ്സു ഒന്ന് ഷോക്കാവുകയാണ്. അതുകൊണ്ട് ഇയാൾ എന്നെ ഈ ജോലി എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു എന്ന് അയാമേ പറയാണ്. എന്ത് ഇയാളോ? ആ, നിങ്ങൾക്കൊരു പേരുണ്ടായിരുന്നല്ലോ, എന്താണത്? ടൈക്കി ഇനോമാറ്റ എന്ന് പറയുവാണ്. ആ, ഇനോറ്റ. വാ ഇനോറ്റ, ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇവിടെയുള്ള പ്രാണികളെയൊക്കെ കൊല്ലണം. അത് കേട്ട് ടൈക്കിക്ക് ദേഷ്യം വരുവാണ്. നീ എന്നെ ഒരു പെറ്റിനെ പോലെ വിളിക്കാതെ. അങ്ങനെ ചിനാറ്റ്സുവിന്റെ അടുത്ത് അയാമേ ബായ് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. ചിനാറ്റ്സു പെട്ടെന്ന് കെറിൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. റൊമാൻസിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അവരവരുടേതായ സ്പീഡ് ഉണ്ട്, ഇതാണ് അവള് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അയാമേ ടീമിന് വേണ്ടിയിട്ടുള്ള വെള്ളം പിടിക്കാൻ വേണ്ടി പൈപ്പിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ഹിന ഉണ്ടാവും. ഹിന അവളെ കണ്ടപാടെ, ഓ ഇവളാണ് പുതിയ മാനേജർ എന്ന് മനസ്സിൽ കരുതി അവളെ നോക്കി നിൽക്കുവാണ്. ഇവിടെ എന്തൊരു ചൂടാന്ന് പറഞ്ഞ് അയാമേ അവളുടെ ജാക്കറ്റ് ഊരുമ്പത്തേനും ഹിനയാകെ ഞെട്ടി ടെൻഷൻ ആവുകയാണ്. കഷ്ടപ്പെട്ട് അയാമേ ആ വെള്ളം എടുത്ത് പോകുമ്പോ ഹിന അവിടെ നിന്ന് പറയണ, എന്തായാലും ഇതിന്റെ ഒപ്പം ഞാൻ ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഹിനന്റെ ഫ്രണ്ട് അത് കേട്ട്, എന്ത് ജയിക്കില്ലെന്നോ? എന്തിന്റെ കൂടെ എന്ന് ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് അയാമേ, ഇനോറ്റ അടുത്തത് എന്താന്ന് ചോദിക്കുവാണ്. അങ്ങനെ അയാമേ ടൈക്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോ ടൈക്ക് അയാമേന്റെ അടുത്ത്, ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നണ്ട, നീ എന്റെ അടുത്ത് ഒരുപാട് ക്ലോസ് ആയിരിക്കണ്ട, കാരണം എന്തെങ്കിലും റൂമേഴ്സ് പറഞ്ഞു പരത്തും, അതുകൊണ്ട് എന്നെ വിട്ട് കുറച്ച് ദൂരെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്ത് റൂമേഴ്സോ? ഓ നിങ്ങളാണല്ലേ ആ സ്നോ വൈറ്റ് സ്ക്രിപ്റ്റിലെ ചാമിങ് പ്രിൻസ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ മോശമാണ്. കിസ് ചെയ്തോ കിസ് ചെയ്തില്ലേന്ന് അവര് തീരുമാനിക്കുന്നത്, അതും ഒരു സില്ലി കിസിനായിട്ട്. അത് കേട്ട് ടൈക്കി ഒന്ന് ഞെട്ടുവാണ്. എന്തായാലും ആ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ആലോചിക്കണ്ട,
നിന്റെ ലൈഫിൽ നിന്നെ കെയർ ചെയ്യുന്നവരെ മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളവരെയൊക്കെ നീ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാന്ന് തീരുമാനിച്ച നിന്നോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. എന്നിട്ട് ഐക്ക് പറയുവാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അയാമയെ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു ചെലന്തീനെ കാണുവാണ്. പെട്ടെന്ന് അവള് ടൈക്കിനെ പിടിച്ച് കാറാൻ തുടങ്ങുവാണ്. അതേസമയം ചിനാറ്റ്സും ബാസ്കറ്റ്ബോൾ ടീമും വരുവാണ്. അത് കണ്ടപാടെ ചിനാറ്റ്സു അയ്യോ ഞാനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടുവാണ്. ടൈക്കിക്ക് ആകെ ടെൻഷനാകും. നിങ്ങൾ കാണുന്നത് പോലെ അല്ല കാര്യങ്ങള് എന്ന് പറഞ്ഞ് ടൈക്ക് കാറുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.